ധോനി or സച്ചിൻ? അത് മനഃപൂർവ്വം ചുമ്മാ എന്നെ 4 പേരെ തെരഞ്ഞെടുപ്പിക്കാൻ ചോദിച്ചതെങ്കിൽ അതിനകത്ത് സച്ചിനെ ഇന്ത്യയിൽ ഭീകരമായി ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഞാൻ കുട്ടിക്കാലം തൊട്ടേ. കാരണം നമ്മളെയൊക്കെ സച്ചിൻ നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ ബാൾ പറഞ്ഞ് പറഞ്ഞു പോകുമല്ലോ. പക്ഷേ സച്ചിൻ ആസ് എ പ്ലെയർ ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരനാണ്. പക്ഷേ ആസ് എ ക്യാപ്റ്റൻ അദ്ദേഹം ഒരു വലിയ പരാജയമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കാര്യം അത്തരം പ്രഷറുകൾ ഏറ്റെടുത്ത് പലപ്പോഴും ആസ് എ പ്ലെയർ എന്ന രീതിയിൽ പോലും ക്യാപ്റ്റൻ ഉത്തരവാദിത്തത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്യാപ്റ്റൻ എന്ന രീതിയിൽ ധോണിയാണ്. ഞാനൊരു ഒരു ഉദാഹരണം പറയാം. 2007 വേൾഡ് കപ്പിൽ ഇന്ത്യ കംപ്ലീറ്റ്ലി പരാജയപ്പെടുന്നു. പ്രാഥമിക റൗണ്ടിൽ ഇന്ത്യ പുറത്താവുന്നു. ബംഗ്ലാദേശുമായിട്ട് പോലും ഇന്ത്യ തോറ്റ് വലിയ രീതിയിലുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ടീമിനെതിരെ ഇന്ത്യയിൽ ആരംഭിക്കുന്നു. ധോണിയുടെ വീട്ടിൽ ഉൾപ്പെടെ കരിയോയിൽ പ്രതിഷേധങ്ങൾ, കല്ലെറി, വലിയ പ്രശ്നങ്ങൾ നടക്കും. അപ്പോഴാണ് ഇന്ത്യ വേൾഡ് കപ്പ് T20 വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നത്. ഇന്ത്യക്കാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വേൾഡ് കപ്പ് കളിച്ചുള്ളൂ, ഒരൊറ്റ മാച്ച് കളിച്ചുള്ള എക്സ്പീരിയൻസ് മാത്രമേ അതുവരെ ഉള്ളൂ. അപ്പം ടീമിലെ പല സീനിയർ പ്ലേയേഴ്സും ഈ ക്യാപ്റ്റന്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ധൈര്യമില്ല. സത്യത്തിൽ ധോണിയെക്കാട്ടിയും സീനിയറാണ് ഗംഭീർ, യുവരാജിനെ പോലുള്ള പലരും. അപ്പം ഇങ്ങനെ ഒരു ടീമിനെയും കൊണ്ട് പോയി, കാരണം തൊട്ട് മുമ്പ് നടന്ന മൊമെന്റ് ഏതാണ്? 2007 വേൾഡ് കപ്പിൽ രാഹുൽ ദ്രാവിഡിന്റെ നേതൃത്വത്തിൽ പോയി തോറ്റു വന്ന ടീമിനെ അതിഭീകരമായിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വർഷം തന്നെ നടക്കുന്ന അടുത്ത T20 വേൾഡ് കപ്പിലേക്ക് വീണ്ടും ഒരു ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് രക്തത്തിൽ ഒഴുകുന്ന ഒരു തരം വികാരമാണ്. സ്വാഭാവികമായിട്ടും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ബാധ്യതയായി മാറുമെന്നും കരിയറിനെ പോലും ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ മറ്റ് സീനിയർ പ്ലേയേഴ്സ് ആരും തന്നെ ഈ ഉത്തരവാദിത്തം ഒരുപക്ഷെ ഏറ്റെടുത്തിരുന്നില്ല. അപ്പം ആ ടീമിനെ ധോണിയുടെ തലയിൽ വെച്ച് കെട്ടി കൊടുത്തു വിടുകയാണ്. അല്ലാതെ ധോണിയോടുള്ള സ്നേഹം കൊണ്ടൊന്നും ചെയ്തിടന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അദ്ദേഹം അവിടേക്ക് ആ ടീമിനെ കൊണ്ട് ചെല്ലുന്നു. T20 എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ടീമിനെ കൊണ്ട് ആദ്യത്തെ മത്സരത്തിൽ ഇന്ത്യ-പാകിസ്ഥാൻ മത്സരത്തിൽ 2 പന്തിൽ 1 റൺ പാകിസ്ഥാൻ ജയിക്കാൻ വേണ്ട മൊമെന്റിൽ ശ്രീശാന്താണ് പന്തെറിയുന്നത്. അത് നമുക്ക് ഭയങ്കര അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അത്ര എളുപ്പമൊന്നുമല്ല. ഭയങ്കരമായിട്ട് ടച്ചിൽ നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാനെ, പ്രത്യേകിച്ച് മിസ്ബാൾ ഉൾക്ക് ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബാൾ ലീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ബാൾ ഫുട്ബോൾ പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബാറ്റ്സ്മാനെതിരെ 2 പന്തിൽ 1 റൺസ് വേണ്ട സമയത്ത് ക്യാപ്റ്റന്റെ നിർദ്ദേശത്തെ പാലിച്ചുകൊണ്ട് എങ്ങനെ പന്തെറിയണമെന്ന് തിരിച്ചറിഞ്ഞ ശ്രീശാന്ത് ഗംഭീരമായ 2 ഡെലിവറി എറിയുന്നു. ആ മത്സരത്തിൽ സമനിലയാവുന്നു. ആ സമനില മത്സരത്തെ നമ്മൾ ബോൾ ഔട്ടിലൂടെ ജയിക്കുമ്പോൾ ഈ സ്റ്റമ്പിന്റെ പിന്നിൽ പോയിരുന്നിട്ട് തന്നെ എറിഞ്ഞോളൂ, വിക്കറ്റിലേക്ക് നോക്കണ്ട, തന്നെ എറിഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു തീരുമാനം എടുക്കുകയാണ്. ആ തീരുമാനത്തിൽ എറിഞ്ഞു കൊള്ളിക്കുന്ന ആരാണ്? നമ്മൾ ബൗൾ ചെയ്ത് കണ്ടിട്ടുള്ളവരൊന്നും അല്ല. അദ്ദേഹം റോബിനുത്തപ്പ പന്തെറിയും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അതേസമയം കണ്ണ് കെട്ടിയിട്ട് ഏത് ഇരുട്ടിക്കൊണ്ട് പന്തെറിഞ്ഞാലും ബൗൾഡാക്കുന്ന ബൗളറാണ് ഉമർ ഗുല്ലൊക്കെ എറിയുന്ന ബാളുകൾ ലൈൻ തെറ്റി പോകുമ്പോൾ ഈ 3 പന്തും കൃത്യമായിട്ട് എറിഞ്ഞ് കൊള്ളിക്കുമ്പോൾ ക്യാപ്റ്റൻ കൊടുക്കുന്ന ഒരു പ്ലാൻ ഉണ്ട് അവിടെ. ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് അവിടെ മുതൽ ഏറ്റവും ആ വേൾഡ് കപ്പ് നമ്മൾ കപ്പടിച്ച് നിൽക്കുന്ന മൊമെന്റിൽ നമ്മൾ തിരിച്ചറിയുകയാണ് ഈ രാജ്യത്തെ നയിക്കാൻ ഇതിനേക്കാളും വലിയ നായകൻ നമുക്കിനി ഉണ്ടാവാനില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്യാപ്റ്റൻ എന്ന നിലയിൽ പിന്നീട് നമ്മുടെ ടീം കൂടുതൽ സെറ്റായിക്കൊണ്ടേയിരുന്നു. ഈ സെറ്റായ ടീമിനെയാണ് പലരും നയിച്ചത്. അപ്പം നമുക്ക് ജയിക്കാൻ പറ്റും. ഏറ്റവും മികച്ച ടീമിനെയും കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ജയിക്കാൻ പറ്റും. 2015 വേൾഡ് കപ്പിൽ നമ്മൾ പരാജയപ്പെട്ടപ്പോഴും നമ്മുടെ ബൗളിംഗ് നിരയൊക്കെ ആക്ച്വലി ഈ പലപ്പോഴും ചെണ്ടകളെന്ന് വിശേഷിപ്പിക്കുന്ന ബൗളേഴ്സിനെയും കൂടെ കൊണ്ടാണ് നമ്മൾ 2015 പോകുന്നത്. നമുക്ക് സ്ട്രോങ് ബൗളേഴ്സ് ഒന്നും ആ സമയത്ത് നമ്മുടെ ബൗളിംഗ് നിര സ്ട്രോങ് അല്ല. അപ്പോൾ അവിടെ നമ്മൾ സെമി ഫൈനലിൽ എത്തുന്നുണ്ട്. നമ്മൾ ഈ ചാമ്പ്യൻസ് ട്രോഫി അദ്ദേഹം കപ്പടിക്കുന്നുണ്ട്. IPL മികച്ച പ്രകടനങ്ങളും എടുത്താൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാ രീതിയിലും ആസ് എ ക്യാപ്റ്റൻ ധോണിയോളം പോകുന്ന ആരും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം റിക്കി പോണ്ടിങ്ങും ഗാംഗുലിയും ഒക്കെ മികച്ച ക്യാപ്റ്റന്മാർ തന്നെ ആയിരുന്നു. പക്ഷെ പലപ്പോഴും സമ്മർദ്ദഘട്ടത്തിൽ ബാക്കിലേക്ക് പോകുന്നൊരു ക്യാപ്റ്റനായിട്ടാണ് ഞാൻ ഗാംഗുലിയെ കണ്ടിട്ടുള്ളത്. ഇന്ത്യക്ക് പ്രഷർ വരുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ നിങ്ങൾ കരുതിച്ചാൽ മതി. ഞാൻ ഭയങ്കര നഖം കടിക്കുന്ന ഒരാളാണ്. ഭയങ്കര ഹെവി നഖം കടിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ക്യാപ്റ്റനെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ അതേസമയം വീറും വാശിയുമുള്ള ക്യാപ്റ്റനായിരുന്നു. കളിക്കാർക്ക് ഭയങ്കര പ്രചോദനം കൊടുക്കുന്ന ക്യാപ്റ്റനായിരുന്നു. ഫയർ ചെയ്ത് അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്ന ക്യാപ്റ്റനായിരുന്നു. മികച്ച കളിക്കാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏറ്റവും മികച്ച തീരുമാനങ്ങൾ എടുത്ത ക്യാപ്റ്റനായിരുന്നു. പക്ഷേ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ധോണിയോളം കൂളായിട്ടും കാമായിട്ടും നിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാനും ശേഷിയുള്ള ഒരു ക്യാപ്റ്റൻ നമുക്ക് ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.